നമസ്കാരം, മണ്ണും മനസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഒരു പുട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചു. ക്യാരറ്റ് പുട്ട്. ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക, അതിൽ ഇച്ചിരി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് 1/2 കിലോ മാവിൻ്റെ കണക്ക് കൂട്ടി ഉപ്പ് ഇത്ര മതിയാവുമോ? ഓക്കെ, ഇച്ചിരി കൂടെ ഇട്ടേക്കാം കേട്ടാ. ഉപ്പിട്ടേ. ഇനി നമ്മൾ പാൽപ്പൊടി, 10ൻ്റെ പാൽപ്പൊടി ഉണ്ടോ, എവരിഡയുടെ നെസ്ലെ എവരിയുടെ പാൽപ്പൊടി. ഓക്കെ, ടേസ്റ്റിന് വേണ്ടി ഒന്നും കൂടെ ഇടാം. കൃഷിപ്പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണേ. കൃഷിപ്പണി ഉണ്ട്, ഇന്ന് ഞായറാഴ്ചയല്ലേ. ഞാൻ വിചാരിച്ച് നമുക്ക് ഒരു വെറൈറ്റി പുട്ട് പുഴുങ്ങാൻ. നമ്മൾ കൃഷി ചെയ്യുന്ന വീട്ടിലെ ടീച്ചർ എനിക്കുണ്ടാക്കി തന്നായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ച പണി കൊടുക്കുമെന്ന്. അതൊന്ന് കലക്കിയെടുക്കണം, നല്ലതുപോലെ കലക്കിയെടുക്കണം പാൽപ്പൊടി കലക്കിയെടുക്കുക. എന്നിട്ട് നമ്മളെ പ്രധാന ഇൻഗ്രീഡിയൻസായ പുട്ടുപൊടി, ഹരിതം പുട്ടുപൊടി. ഓക്കെ, ഹരിതം പുട്ടുപൊടി ഇങ്ങനെ ഇടുകയാണ്. ഒട്ടട്ടെ, അത് ഇച്ചിരി കൂടെ ഒന്ന് കുതിർന്ന് വരും. നല്ല സെറ്റാണ്ട മാവണ്ട എന്താ ആ പാൽപ്പൊടിയുടെ ഒക്കെ മണം എന്താ ടേസ്റ്റ് എന്നറിയാവോ? അപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കണം. പാൽപ്പൊടി എല്ലാ സ്ഥലത്തും എത്തി എന്നുള്ള ഇതിൽ നല്ല ഞെരടി പാൽപ്പൊടിയുടെ മണം. പുട്ടുപൊടിക്ക് ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ. ഇച്ചിരി തേങ്ങ ഉണ്ട്, ഒരു തേങ്ങ ഇച്ചിരി 2-3 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടാൽ സൂപ്പറായിരിക്കും. ചെറിയ ഉള്ളി എന്ന് പറയുന്നത് നമ്മളെ കണ്ണിന് കാഴ്ച ഏറ്റവും കൂടുതൽ കിട്ടും. ചെറിയ ഉള്ളി നമ്മൾ കഴിച്ചിരിക്കണം, ചോറിൻ്റെ കൂടെ കഴിക്കണം. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്. സാധാരണ നമ്മൾ വേവിച്ച് കഴിക്കുന്നതിനൊക്കെ പച്ചയ്ക്ക് കഴിക്കണം. ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു 3 ഉള്ളി കഴിച്ചാൽ, പണ്ട് കാലത്തൊക്കെ പഴഞ്ചോറ് കഴിക്കുമ്പോൾ തന്നെ ഉള്ളിയൊക്കെ ചേർത്തില്ലേ കഴിക്കും. നല്ല രസമല്ലേ? ഒരു ഉള്ളി ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇച്ചിരി പഴഞ്ചോറൊക്കെ ഇട്ട് വാരി വെച്ചിട്ട് ആ ഉള്ളിക്കകത്തൊരു കടി, അടിപൊളിയാ. എന്താ ഒന്ന് തേങ്ങട്ടെ. ഇനിയാണ് സാധനം. ഇതാണ് ക്യാരറ്റ്. അത്രേ മതി, കുറച്ചിട്ടാൽ സ്റ്റാർട്ട് പറഞ്ഞെങ്കിലും വാരി ഇടും. എന്നാളെ സെറ്റായി. നമ്മൾ ചിരട്ടപ്പുട്ട്, പണ്ട് കാലത്ത് ചിരട്ടയാണ് വയ്ക്കുന്നത്, ഇപ്പം എല്ലാം ഷീഷ. അതുകൊണ്ട് നമുക്ക് ചിരട്ടപ്പുട്ട് തുടങ്ങി. വെള്ളത്തെ അതങ്ങ് ഇളക്കണം. ഓക്കെ, പുട്ട് ആവി വന്ന് നമ്മൾ എടുക്കുകയാണേ. ആവി വരുന്നല്ല, നമ്മൾ എടുക്കുന്നു. ബടാ ചൂട് തുറക്കുന്നു, ഇടിക്കുന്നു. ഇടക്കാച്ചിപ്പുട്ട്. ഓക്കെ, ചൂട് 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 ചൂട്.
ഓക്കെ ഓക്കെ